വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ല ഞാനും എന്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ല എന്റെ അവസ്ഥ. പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് 4 വർഷം ഇട്ടു. അതാണ് നടക്കണത്. എന്റെ അമ്മയ്ക്ക് അതല്ല അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എന്റെ അച്ഛനതല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. നേരത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങനെ വിടുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത്. അതും വിശ്വസിച്ചിട്ട് വിട്ടായത് എന്റെ അച്ഛനും അച്ഛമ്മയും കേട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഭീഷണി അയാൾ ഇങ്ങനെ ഓരോരുത്തരുടെ കൊല്ല. അയാളുടെ ഭാര്യ പണങ്ങി പോയതിന് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അതിന് പറഞ്ഞ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടി 29-ാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ്. അപ്പൊ അവര് അന്വേഷിക്കാ പറയുന്നുണ്ട്. എന്ത് അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലില്? ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോകുമ്പോ ജയിലിക്കുക. ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിലേക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ചെയ്യ എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വാക്കുകളാണിത്. നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു, മുത്തശ്ശിയെ കൊന്നു, ഇനി എന്നെയും കൂടി കൊല്ലണമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്ത പാലക്കാട് നെന്മാറയിലെ കൊലപാതകം തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ചെന്താമര എന്ന് പറയുന്ന ഒരാളാണ് ഒരു കുടുംബത്തിലെ മകനെയും അമ്മയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019-ൽ ഇതേ കുടുംബത്തിലെ ഒരു സ്ത്രീയെയും ഈ ചെന്താമര എന്ന് പറയുന്ന പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അതായത് ചെന്താമരയുടെ അയൽവാസികളാണ് ചെന്താമരയെ കൊന്ന 3 പേരും. ചെന്താമരയും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെ തുടർന്ന് ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. എന്നാൽ താനും തൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അയൽവാസികളാണ് എന്നാണ് ചെന്താമര കരുതിയിരുന്നത്. ഇതിന്റെ ഭാഗമായി 2019-ൽ അയൽ വീട്ടിലെ സജിത എന്ന് പറയുന്ന സ്ത്രീയെ ചെന്താമര കൊല്ലുന്നു. അന്ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീടിന്റെ പിറകിലെ കൂടെ പോയി സജിതയുടെ പിറകിലെ പോയി കത്തി കൊണ്ട് കുത്തിക്കൊന്നാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജയിലിലായിരുന്നു ചെന്താമര. ഈ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ ജാമ്യത്തിൽ ഇറങ്ങി 2 മാസം മുമ്പാണ് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഈ സമയത്താണ് ആ കുടുംബത്തിലെ നേരത്തെ കൊന്ന സജിതയുടെ ഭർത്താവിന്റെ അമ്മയെയും ചെന്താമര കൊന്നതിന് ശേഷം ചെന്താമര തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു എന്നാണ് വിവരം. ചെന്താമരയെ പിടികൂടാനുള്ള നടപടികൾ പോലീസ് ചെയ്തു വരികയാണ്. അതേസമയം തൻ്റെ കുടുംബത്തിനെതിരെ നേരത്തെ ചെന്താമര പലതരത്തിലുള്ള ഭീഷണി ഉയർത്തിയിരുന്നുവെന്നും അന്നൊക്കെയും പോലീസിന് പരാതി നൽകിയപ്പോൾ പോലീസ് ഇത് ഗൗരവമായി ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ പറയുന്നത്. സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ഇന്ന് ചെന്താമര കൊലപ്പെടുത്തിയത്. സുധാകരന്റെ മകൾ പറഞ്ഞു വെക്കുന്നതും അതാണ്. ഡിസംബർ 29-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ പോലീസ് കാര്യമായ നടപടി എടുത്തിരുന്നില്ല. അന്ന് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് തനിക്ക് തൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് ഈ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതേസമയം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നാട്ടുകാർക്കും വലിയ രീതിയിൽ ഒരു ഭയമുണ്ടായിരുന്നു. കാരണം ഒരു സൈക്കോ എന്നുള്ള രീതിയിലാണ് ഈ ചെന്താമര നടക്കുന്നത്. ഏത് സമയത്തും അരയിൽ ഒരു കത്തി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഈ കുടുംബത്തിനെതിരെ ഒരു ആക്രമണം നടത്തിയേക്കുമോ എന്നുള്ളൊരു ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു. നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് ഏൽപ്പിക്കുകയടക്കം ചെയ്തിരുന്നു. പോലീസിന് പരാതി അടക്കം നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇയാൾക്ക് വീണ്ടും അതൊരു ലൈസൻസായി മാറുകയും ഇയാൾ ആ കുടുംബത്തിലെ ബാക്കിയുള്ള 2 പേരെയും കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.